അതിപ്പോ മാധ്യമങ്ങൾ പലപ്പോഴും പല അജണ്ടകളുമായി രംഗത്ത് വരും. ആ മാധ്യമ അജണ്ടകളുടെ പിന്നാലെ ഒരിക്കലും രാഷ്ട്രീയ നേതൃത്വം പോകാൻ പാടില്ല. ശ്രീ പിണറായി വിജയൻ ഒരിക്കലും പോയിട്ടില്ല. മാധ്യമങ്ങളെ കൈകാര്യം ചെയ്യുന്ന കാര്യത്തിൽ അദ്ദേഹം കാണിച്ചിട്ടുള്ള ഒരു കാർക്കശ്യം മറ്റാർക്കെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? ഇത്രയും ആരോപണങ്ങൾ ഉയർന്നു വന്നിട്ട് മാധ്യമങ്ങൾ ഒരു ആഘോഷമാക്കി മാറ്റിയിട്ട് ലവലേശം മാധ്യമ ആരോപണങ്ങളിൽ ഭയപ്പെടുകയോ ഭയവിഹ്വലനാകുകയോ എന്തെങ്കിലും ചെയ്തോ? അദ്ദേഹത്തിന് മാധ്യമങ്ങളുടെ സമീപനം, അദ്ദേഹം വീണ്ടും തെരഞ്ഞെടുക്കപ്പെട്ട് മുഖ്യമന്ത്രിയായിട്ട് മാധ്യമ പ്രവർത്തകരെ ആക്രമിച്ച പത്രസമ്മേളനം ഞാൻ കണ്ടു. ഞാനൊരു മാധ്യമപ്രവർത്തകനാണ്, അന്ന് ഞാൻ രാജിവെച്ച് പോയെന്നെ. കാര്യം അത്ര രൂക്ഷമായ ഭാഷയിലാണ് പറഞ്ഞത്. നിങ്ങളുടെ ആവനാഴിയിലെ അവസാനത്തെ ആയുധം എടുത്തിട്ടും എൻ്റെ ഒരു രോമത്തിത്തോടെ നിങ്ങളെ കൊണ്ട് പറ്റിയോ? അപ്പം നിങ്ങൾ ധരിച്ചു വെച്ചേക്കുന്നത് നിങ്ങൾ പറയുന്ന ഇവിടുത്തെ ജനങ്ങൾ വിശ്വസിക്കുന്നതല്ല, ഞങ്ങളൊക്കെ പറയുന്ന ജനങ്ങൾ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് ജനവിശ്വാസം എന്താണെന്ന് ഞങ്ങൾക്കറിയാം. അതിൻ്റെ അളവുകോൽ ഒരിക്കലും മാധ്യമങ്ങളാണ് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത് എന്ന് അദ്ദേഹം പറഞ്ഞു. എന്ന് പറഞ്ഞ പോലെ ഈ ആരോപണങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി കൊണ്ടുവരുമ്പോൾ അവർക്കൊരു അജണ്ടയുണ്ട്. ആ അജണ്ടയിൽ നമ്മൾ രാഷ്ട്രീയ നേതൃത്വം ഒരിക്കലും വീഴാൻ പാടില്ല. അതിപ്പോൾ ഇത്രയും ദിവസമായാലും ഞാൻ ഒറ്റ ചോദ്യം ചോദിക്കട്ടെ. ഇവിടെ അന്ന് കള്ളക്കടത്ത് നടത്തി, അതായത് ഡിപ്ലോമാറ്റിക് ബാഗേജിലൂടെ സ്വർണം കടത്തി, ഡോളർ കടത്തി. അതുപോലെ തന്നെ ഇവിടെ എത്ര ഏജൻസി വന്നു? കസ്റ്റംസ് ഇവിടെ വന്നു, അതുപോലെ തന്നെ ED ഇവിടെ വന്നു, CBI ഇവിടെ വന്നു, പിന്നെ എത്ര കേന്ദ്ര ഏജൻസികൾ വന്നു. എവിടെ ആ കേന്ദ്ര ഏജൻസികൾ? ഇലക്ഷൻ കഴിഞ്ഞു, പിണറായി വിജയൻ ജയിച്ചു, വീണ്ടും മുഖ്യമന്ത്രിയായി. കള്ളക്കടത്ത് നടത്തിയെങ്കിൽ കേസ് പ്രൊസീഡ് ചെയ്യണ്ടേ? ആ കേസിനൊരു അവസാനം കണ്ടെത്തണ്ടേ? അപ്പോൾ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞോടുകൂടി ED പിൻവാങ്ങി.